നമ്മുടെ വിജയ് ഭായിന്ന് നല്ലൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ നമ്മളെ ഏതാണ്ട് കണ്ടോ. അങ്ങനെ നമ്മുടെ ഒഡീഷ മുട്ടക്കറിക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിജയ് ഭായ്. അപ്പം ഇതിനെന്തൊക്കെ ആവശ്യമെന്ന് വെച്ചാൽ സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചിക്കൻ മസാല, മീറ്റ് മസാല, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മെയിൻ 2 സാധനം മുട്ട, കിഴങ്ങ്. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അങ്ങനെ സവോള അരിയുന്ന പരിപാടിയാണ്. സവോളയൊക്കെ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ ഭാഗത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ തക്കാളി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് തക്കാളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മുട്ടയൊക്കെ പൊളിച്ച് നല്ല രീതിക്ക് നല്ല വൃത്തിയായിട്ട് മുട്ടയൊക്കെ പൊളിച്ച് എടുക്കുന്നുണ്ട്. 4 മുട്ടയാണ് എടുക്കുന്നത്. 4 മുട്ടയും ഇതുപോലെ നല്ല രീതിക്ക് തോട് കളഞ്ഞെടുത്ത് അതൊരു പുഴുങ്ങിയ കിഴങ്ങ് ആഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് കിഴങ്ങ് മസ്റ്റാണ്. പിന്നെ അതിനാവശ്യമുള്ള സാധനം തക്കാളി, സവോള, കറിവേപ്പില എല്ലാമായി മുട്ടയും റെഡിയാക്കി വെച്ച് സ്റ്റവ് കത്തിച്ച് ഒരു ചെറിയ ഇരുമ്പ് ചട്ടിയൊക്കെ അതിലിട്ട് വെച്ച് നല്ല ചൂട് ആയി വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ആഡ് ചെയ്യണം. നല്ല പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ല രീതിക്ക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും എനിക്കിതിലൊരു വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുപോലെ ചൂടെണ്ണയിൽ നല്ല പുഴുങ്ങിയ മുട്ടയിട്ട് നല്ല രീതിക്ക് മുരിച്ച് നല്ല ബ്രൗൺ കളറാക്കി എടുത്തിട്ടാണ് കറി വയ്ക്കുന്നത്. എനിക്കിതിൽ വെറൈറ്റി ആയിട്ട് തോന്നിയൊരു കാര്യം ഇതാണ്. അപ്പം ഞാൻ സ്വാമി ആയതുകൊണ്ട് എനിക്കിത് കഴിച്ചു വെക്കാൻ പറ്റില്ല. അപ്പം മലയ്ക്ക് പോയിട്ട് വന്നിട്ട് കൊണ്ട് ഇതുപോലെ ഒരു കറി വെപ്പിക്കണം, ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം മുട്ട നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കണം. നല്ലൊരു ബ്രൗൺ കളറാകുന്ന വരെ മൊരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഏകദേശം ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ മൊരിയണമെന്ന് പറഞ്ഞു ഭായ്. അപ്പം ഏകദേശം ഇതുപോലൊരു ഷെയ്ഡാകുമ്പോഴത്തേനും ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കണം. മുട്ട ആറാനായിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷം ആ എണ്ണയിലേക്ക് തന്നെയാണ് പിന്നെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ബാക്കി വേണ്ടുന്ന സാധനങ്ങളെല്ലാം വരട്ടിയെടുക്കുന്നത് ആ എണ്ണയിൽ തന്നെയാണ്. അപ്പം മുട്ട നല്ലപോലെ ബ്രൗൺ ഷെയ്ഡായി മാറ്റി വെച്ച് പുഴുങ്ങിയ കിഴങ്ങും തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് പിന്നെ നമ്മൾ ആ ചൂടെണ്ണയിലേക്ക് നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് രണ്ടും കൂടെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. വരട്ടിയെടുത്തിട്ട് നല്ലൊരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ്, ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്ന വരെ ഒന്ന് വരട്ടി സവോളയുടെ ആ ഒരു കട്ടിയാക്കുന്ന പോലെ ഒന്ന് വരണ്ട് വരുന്ന ആ രീതിയിലേക്ക് മാറ്റിയെടുക്കണം. അതിനുശേഷം പിന്നെ ഒരു 5-6 മിനിറ്റോളം പോലെ വരട്ടി കൊടുത്ത് നല്ല ഇതാകുമ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും നല്ല രീതിക്ക് ഇളക്കി മിക്സാക്കണം. നല്ലപോലെ വരട്ടി മിക്സാക്കി ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒരു പച്ച കുത്ത് മാറുന്നത് പോലെ, പച്ച ചവ മാറുന്നത് പോലെ നല്ല രീതിക്ക് വരട്ടി കൊടുക്കണം. ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം. അപ്പം ബായുടെ ഒരു സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. ഇത് നാട്ടിൽ ബായി ഉണ്ടാക്കണതാണ്. അപ്പം അതിനുശേഷം തക്കാളിയൊക്കെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത്, ഞാൻ റൂം വരുന്ന പോയ സമയം കൊണ്ട് ബായി അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, മീറ്റ് മസാല എല്ലാം ഇട്ടെന്നാണ് പറഞ്ഞത്. അവരുടെ ഒരു സ്പെഷ്യലാണല്ലോ, അപ്പം ഇതെല്ലാം കാണുമല്ലോ അതെ. അപ്പം അതെല്ലാം ഇട്ട് സെറ്റാക്കി നല്ലപോലെ
വരട്ടി എടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് അതൊന്ന് മിക്സാക്കി ആ വെള്ളം അതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേനും ഇനിയാണ് മെയിൻ. ഇനി മുട്ട അതിലേക്ക് ആഡ് ചെയ്യുന്നൊരു പരിപാടിയാണ് അടുത്തത്. ആ മുട്ടയും പിന്നെ നമ്മളെ ആ പുഴുങ്ങി വെച്ചിരിക്കുന്ന ആ കിഴങ്ങ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതാണ് മെയിൻ ഐറ്റം മുട്ടയാണ്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഓഫ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം ഇന്ന് പുള്ളി റൂമിൽ കഴിക്കാൻ വേണ്ടി രാവിലെ വയ്ക്കാൻ നേരത്ത് ഞാൻ എന്നും പറയുന്നുണ്ടായിരുന്നു കറി വയ്ക്കുമ്പോൾ എന്നെ വിളിക്കണം, എനിക്കൊരു വീഡിയോ എടുക്കണം. അപ്പോൾ ഇന്ന് കറി വയ്ക്കാൻ നേരത്ത് എന്നെ വിളിച്ചു, മുട്ടക്കറി വയ്ക്കുക, വന്നാൽ വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എടുക്കാം. അപ്പം ഇനിയാണ് മെയിൻ ഐറ്റം, മുട്ട അതിലേക്ക് ചേർക്കണം. അപ്പം കിഴങ്ങൊക്കെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്യണം. കിഴങ്ങ് ആഡ് ചെയ്ത് ഒന്ന് വരട്ടി കൊടുത്തതിന് ശേഷം മുട്ട കിഴങ്ങിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് വേണം മുട്ട നമുക്ക് ചേർക്കാൻ. അപ്പം കിഴങ്ങ് മസാലയിലേക്ക് ചേർത്ത് നല്ല രീതിക്ക് മസാല അതിൽ പിടിപ്പിക്കണം. അതിനുശേഷമാണ് മുട്ട ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കിഴങ്ങിൻ്റെ ഒരു പച്ചക്കുത്തതി കാണും. പിഴിഞ്ഞ കിഴങ്ങാണെങ്കിലും ആ ഒരു ടേസ്റ്റ് ഇതിലോട്ട് പിടിക്കത്തില്ല. അപ്പം കിഴങ്ങ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മസാലയൊക്കെ അതിലേക്ക് ഒന്ന് പിടിക്കുന്നവരെ അത് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഇളക്കി ആ മസാലയൊക്കെ അതിലേക്ക് പിടിപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം നല്ല പുഴുങ്ങിയ മുട്ട എണ്ണയിൽ മുരിച്ച് നല്ല ബ്രൗൺ കളറിലാക്കിയ നമ്മുടെ പുഴുങ്ങിയ മുട്ട അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതും എന്നെ പറ്റിച്ചു. ഞാൻ റൂമിലേക്ക് പോയ സമയം കൊണ്ട് മുട്ട എടുത്തിട്ടു. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ നല്ല രീതിക്ക് പുളിയെല്ലാം ചെയ്ത് ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് അതൊന്ന് ആ മുട്ടയിൽ ആ മസാലയൊന്നും പിടിക്കുന്നത് കുറച്ച് ഒരു 3 മിനിറ്റോളം ഒന്ന് അടച്ച് വയ്ക്കുക. അതിനുശേഷം തുറക്കുമ്പോൾ നല്ല മണമായിരുന്നു. അപ്പം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒഡീഷ സ്പെഷ്യൽ മുട്ടക്കറി ഇവിടെ തയ്യാറാവും. അപ്പോൾ ഇനി അടുത്ത ദിവസം വേറൊരു വീഡിയോ നമുക്ക് എടുക്കണം, വേറൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കണമെന്ന് ഞാൻ ബൈയോട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം ഇനി എന്താണ് സ്പെഷ്യലെന്ന് ബായിക്ക് അറിയത്തുള്ളൂ, നമുക്ക് നോക്കാം. ഇപ്പം ബൈയുടെ ഇന്നത്തെ മുട്ടക്കറി തകർത്തിട്ടുണ്ടാവും എന്ന് ബായ് വിചാരിക്കുന്നുണ്ട്. ഞാൻ കണ്ടിടത്തോളം എനിക്ക് മനസ്സിലായി നല്ല അടിപൊളി ഒരു കറിയാണത്, നല്ല മണമുണ്ട്. അപ്പം നമുക്ക് പറ്റത്തില്ല, അതുകൊണ്ട് അടുത്ത ദിവസം നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ബായെ കൊണ്ട് ഇത് ഉണ്ടാക്കിക്കും. ബായിക്ക് കൂട്ടുകാരമ്മ ഉണ്ടാക്കി കഴിച്ച് ടേസ്റ്റ് നോക്കി നിങ്ങളുടെ ജനത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയും. അപ്പം ബായ് ചോറിലേക്ക് നല്ല ചൂട് ചോറിലേക്ക് ബായുടെ ഒഡീഷ സ്പെഷ്യൽ മുട്ടക്കറി, നല്ല പുഴുങ്ങിയ മുട്ട വറുത്ത് ഉണ്ടാക്കിയ മുട്ടക്കറി നല്ല ചൂട് ചോറിലേക്ക് വിളമ്പി കഴിക്കാൻ പോകണം. ഇത് മാത്രമല്ല 2 ഐറ്റം വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ, വേറെ ഒന്നുമല്ല കേട്ടോ. ബായ് 2 പപ്പടം പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. അതും കൂടെ ആകുമ്പോഴത്തേക്കും ആഹാ, പപ്പടവും. അങ്ങനെ ഇന്ന് ബായുടെ അണ്ടാക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ബായി കഴിച്ചിട്ട് ബായി തന്നെ അഭിപ്രായം പറയുന്നതായിരിക്കും. നമ്മൾ സ്വാമിയായിട്ട് നമുക്ക് പറ്റരുത്. നല്ല കൊള്ളാം, നല്ല മണമൊക്കെ ഉണ്ട്. ഓക്കെ, അടുത്തൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ടാറ്റാ, ബൈ ബൈ.